വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബൊഗെയിൻവില്ലിനെ കുറിച്ചിട്ടാണ്. കടലാസ് ചെടി ഒരുപാട് വർണ്ണങ്ങളിൽ നമുക്ക് ഈ ചെടീനെ കാണാൻ പറ്റും. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. സിംഗിൾ പെറ്റലായിട്ടും അടുക്കും ഒക്കെ ആയിട്ട് ഒരുപാട് ഡബിൾ കളറിലൊക്കെ വരുന്നൊരു വെറൈറ്റി ആണ് ബൊഗെയിൻവില്ല. അപ്പോൾ അത് ഒത്തിരി പേർക്ക് ഇഷ്ടമുണ്ടാവും. ബൊഗെയിൻവില്ല അധികം നമുക്കിന്ന് സീസണിലാണ് ഫ്ലവറിങ് ആവുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ഈ ഒരു മാർച്ച് ഏപ്രിൽ മെയ്യിലൊക്കെ ഇത് നല്ലപോലെ ബ്ലൂമിങ് ആവുന്ന സമയമാണ്. ഇപ്പം ചെറുതായിട്ട് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ ഫ്ലവറിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കുറച്ച് പേരൊക്കെ ബൊഗെയിൻവില്ല വാങ്ങി വെച്ചിട്ട് ഫ്ലവറിങ് ആകുന്നില്ല. പ്ലാന്റ്സിന് നല്ല ഗ്രോത്ത് ഉണ്ട്. ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്രോത്താണ്, പക്ഷേ പൂ കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ബൊഗെയിൻവില്ല നമ്മൾ മേടിച്ചുകൊണ്ട് വെക്കുന്ന സമയത്ത് പോട്ടി മിക്സ് ആയിട്ട് നമുക്ക് മണൽ, ചാണകപ്പൊടി എന്നിവ ചേർത്ത് നടാവുന്നതാണ്. കൊക്കോപീറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊക്കോപീറ്റ് ചേർത്തിട്ട് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കി പ്ലാന്റ് പോട്ട് ചെയ്യാം. അത്യാവശ്യം വായ്വട്ടമുള്ളൊരു ബോൺസൈയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പരന്ന അങ്ങനത്തെ എന്തെങ്കിലും പോട്ടൊക്കെ യൂസ് ചെയ്യുക. അല്ലാതാണ് നമ്മുടെ സാധാ ചെടിച്ചട്ടി, മൺചട്ടി ആയിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ചട്ടി, നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്ന ആ ഒരു ചട്ടിയിൽ ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്യാം. തറയിലൊക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗേറ്റിൻ്റെ സൈഡിലൊക്കെ ആർച്ച് പോലെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൊഗെയിൻവില്ല അങ്ങനെയും സെറ്റ് ചെയ്യാൻ പറ്റും. ചെടിച്ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ ചെടിച്ചട്ടിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിന് കൊടുക്കേണ്ട വളങ്ങളെന്ന് പറയുന്നത് ചാണകപ്പൊടി കൊടുക്കാം, എല്ലുപൊടി കൊടുക്കാം, പിന്നെ NPK 18-18-18 കൊടുക്കാം. DAP നമുക്ക് ഇട്ട് കൊടുക്കാം. ഇല്ല കോഴിക്കാഷ്ടം, ആട്ടിൻകാഷ്ടം, നമുക്ക് ഏതാണോ നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് അത് കൊടുക്കാൻ പറ്റും. നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊടുക്കാതിരിക്കുക, കാരണം അത് കൂടുതൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് വരുന്നതാണ് കേട്ടോ നൈട്രജൻ കണ്ടൻറ്റ്. അപ്പോൾ നമുക്ക് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടുള്ളതെല്ലാം കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിന് സോഫ്റ്റ് പ്രൂണിങ് വരുന്നുണ്ട്, ഹാർഡ് പ്രൂണിങ് വരുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ് പ്രൂണിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് ഒന്ന് വളർന്നു വരുമ്പോഴത്തേക്കും അതിൻ്റെ തലയുടെ അറ്റം കുറച്ച് നുള്ളി കളയത്തില്ലേ, ഒരു 5 ഇലയോ 6 ഇലയോ താഴ്ത്തി കട്ട് ചെയ്ത് കളയുന്നതാണ് ഈ സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വലിയ സ്റ്റെം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇനി ഹാർഡ് പ്രൂണിങ് വരുന്നുണ്ട്. ഹാർഡ് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടി ഓൾമോസ്റ്റ് നമ്മുടെ 3/4 ഭാഗത്തോളം വെട്ടി ഒതുക്കി നിർത്തുന്നതാണ് ഈ ഒരു ഹാർഡ് പ്രൂണിങ് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലവറിങ് ആവുന്ന സീസൺ അതായത് ഇപ്പോൾ നമുക്കത് പ്രൂൺ ചെയ്ത് നിർത്താം. നമ്മുടെ മഴ സമയമൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് സോഫ്റ്റ് പ്രൂണിങ് കൊടുത്ത് നിർത്താൻ പറ്റും. ഇനിയിപ്പോൾ ഫ്ലവറിങ് ആവുന്നതിന് മുമ്പ് നിങ്ങളുടെ ചെടി നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലൊക്കെ വരാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഫ്ലവറിങ് സീസണ് മുമ്പ് അതിനെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തുക. നല്ലപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിലൊരു ബൗൾ ഷേപ്പോ എന്തൊക്കെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുപോലെയൊക്കെ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫ്ലവറിങ്ങിൻ്റെ സമയമാകുമ്പോൾ പൂവ് ചെടിയിൽ ഇല കാണാത്ത രീതിയിൽ ഫ്ലവറിങ് ഉണ്ടാവും. നമുക്ക് NPK ഒക്കെ ഇതിന് വളമായിട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റ് നല്ലതുപോലെ ഗ്രോ ആവും. നമ്മൾ കൊടുക്കുന്ന വളമൊക്കെ അനുസരിച്ച് നല്ലപോലെ ഗ്രോത്ത് ആവും. ചിലപ്പോൾ ഫ്ലവറിങ് ഉണ്ടാവണമെന്നില്ല. പിന്നെയുള്ളത് വെയിലാണ്. നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്പോട്ടിൽ വേണം ഈ പ്ലാന്റ് നിങ്ങൾ വെക്കാനായിട്ട്. ഇപ്പം പ്ലാന്റ് എല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് തണലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഗ്രോ ആവും ചിലപ്പോൾ, പക്ഷേ ഫ്ലവറിങ് ആവണമെന്നില്ല. അപ്പോൾ ഫുൾ ടൈം നമുക്കിപ്പോൾ 6-7 മണിക്കൂർ നല്ലതുപോലെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയൊക്കെ വെയിൽ കിട്ടുന്ന ഏറ്റവും നല്ലത് ടെറസിലൊക്കെ വെക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മതിലിൻ്റെ മേളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഒത്തിരി ഇങ്ങനെ പ്ലാന്റ് നീണ്ടു പോകുന്നതിനൊക്കെ കട്ട് ചെയ്ത് നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് ഗ്രോത്ത് ഉണ്ടാകും, പക്ഷേ ഫ്ലവറിങ് ഉണ്ടാവില്ല. ചില വീട്ടിലേക്ക് നമുക്ക് കാണാൻ പറ്റും പ്ലാന്റ് നല്ലപോലെ ഗ്രോത്ത് ഉണ്ടാകും, പക്ഷേ അതിൻ്റെ അറ്റത്തൊക്കെ കുറച്ച് പൂക്കൾ മാത്രമേ കാണുകയുള്ളൂ. അത് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക. പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും പിന്നീട് വരുന്നതിലെല്ലാം ചെറിയ ചെറിയ ഇതായിട്ട് വരും. അതിലൊക്കെ പൂക്കൾ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ബൊഗെയിൻവില്ല നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാം. ബൊഗെയിൻവില്ല നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് സ്റ്റെം അധികം മെച്യൂർ ആവാത്തൊരു സ്റ്റെം ഇളം വരുമല്ലേ, അതെടുത്തിട്ട് കട്ട് ചെയ്ത് ഫംഗിസൈഡിൽ മുക്കിയിട്ട് റൂട്ടിംഗ് ഹോർമോൺ ഉണ്ടെങ്കിൽ റൂട്ടിംഗ് ഹോർമോണിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നടുക.
ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കരിക്കട്ടല്ലേ, കരിക്കട്ട ചിരട്ടക്കരി, അത് നന്നായിട്ട് പൗഡർ ഫോമാക്കി വെക്കുക. അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് റൂട്ടിംഗ് ഹോർമോണാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇല്ല നിങ്ങൾക്ക് മണൽ കിട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ മണൽ നിറച്ചിട്ട് അതിൽ നമുക്ക് ഇതിൻ്റെ തണ്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബൊഗെയിൻവില്ല വേര് പിടിച്ച് കിട്ടും. അങ്ങനെ 2-3 നമുക്ക് ഏറ്റവും നല്ലത് ജിഫി ബാഗ് കേട്ടോ. ജിഫി ബാഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജിഫി ബാഗിൽ ഇതിൻ്റെ സ്റ്റെംസ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പിടിച്ച് കിട്ടും. നമ്മൾ ഈ പ്രൂൺ ചെയ്യുന്ന സമയത്തൊക്കെ ഈ സ്റ്റെം ഒടിച്ച് കളയത്തില്ലേ, പ്രൂൺ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ സ്റ്റെമ്മെല്ലാം കട്ട് ചെയ്യും. ആ സമയത്ത് കിട്ടുന്നതൊക്കെ ഇതുപോലെ ജിഫി ബാഗിലോ മണലിലോ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ വേര് പിടിച്ച് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചെമ്മണ്ണില്ലേ, ചുവന്ന മണ്ണ്, നല്ല പശപശപ്പുള്ള മണ്ണ്, ആ പശപശപ്പുള്ള മണ്ണിൽ വെച്ചാലും നല്ലതാണ്. കാരണം പശപശപ്പുള്ള മണ്ണാകുമ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കും. അപ്പോൾ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റൂട്ട് ഓടിപ്പോകുന്നതിന് കാരണമാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നല്ലതാണ്. പിന്നെയുള്ളൊരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ കുറേ നാളായി ബൊഗെയിൻവില്ല മേടിച്ച് വെച്ചിട്ട് ഫ്ലവറിങ് ഒന്നും ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി പ്ലാന്റ് നനയ്ക്കുകയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. എന്നും പ്ലാന്റ് നനയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് പൂക്കൾ തരുന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളം കൊടുക്കാതിരിക്കുക കേട്ടോ. വെള്ളം 2-3 ദിവസം ഒന്നും വെള്ളം കൊടുക്കണ്ട. അപ്പോഴത്തേക്കും ജസ്റ്റ് ആ ലീഫൊക്കെ ഒന്ന് വാടി ഒന്ന് മഞ്ഞളിച്ചൊക്കെ തുടങ്ങും. ആ ടൈം ആകുമ്പോൾ കുറച്ച് വെള്ളം കൊടുത്താൽ മതിയാവും. അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നീട് അതിൽ നല്ലപോലെ ഫ്ലവറിങ് ആവാനുള്ള ടെൻഡൻസി ഉണ്ടാവും. നമ്മളിപ്പോൾ സ്ഥിരം വളവും കൊടുത്ത് വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നല്ലപോലെ തഴച്ച് വളരാൻ കാരണമാവും. ചിലപ്പോൾ ബ്ലൂമിങ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ വെള്ളം കൊടുക്കുന്നതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വാട്ടർ കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ബ്ലൂം ചെയ്യും. പിന്നെ നല്ലപോലെ വെയിൽ കിട്ടുന്ന സ്ഥലം. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിൻ്റെ മണ്ണ് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൺലൈറ്റിൻ്റെ കാര്യം, വളം കൊടുക്കുന്നത് എങ്ങനെയാണ്, പ്രൂണിങ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മുടെ ബൊഗെയിൻവില്ലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെയുള്ളത് പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര തരം കളേഴ്സാണോ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ദിവസവും ഓരോ സീസണിലും ഓരോ ഹൈബ്രിഡ് വെറൈറ്റീസ് കണ്ടിപ്പെടാറുണ്ട്. ഒരു ചില്ലി റെഡ് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി കണ്ടിട്ടുണ്ട്. അത് ഈ വീഡിയോ കാണിച്ചിട്ടുണ്ട്, ചില്ലി റെഡ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ലീഫിൽ തന്നെ വെരിഗേറ്റഡ് ലീഫ് വരുന്ന ബൊഗെയിൻവില്ലയും കണ്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്, നല്ല ഭംഗിയാണ്. ഈ ഒരു ബൊഗെയിൻവില്ലയുടെ സീസണായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെ പൊക്കഴിഞ്ഞാലും ഈ ഒരു ബൊഗെയിൻവില്ല ഉണ്ടാവും. ഈ നമ്മൾ എന്താ പറയുക, റോഡ് സൈഡിലൂടെയൊക്കെ പോകുമ്പോൾ ഈ മരത്തിലൊക്കെ കാട് പോലെ പിടിച്ച് ബൊഗെയിൻവില്ല ഫ്ലവറിങ് ആയി കിടക്കുന്നത് കാണും. അങ്ങനെയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിലും ബൊഗെയിൻവില്ല നടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് കമ്പ് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ കൂടുതലും ബാംഗ്ലൂർക്കൊക്കെ പോകുന്ന വഴിയിലാണെന്നുണ്ടെങ്കിൽ റോഡ് സൈഡിലായിട്ട് ഇഷ്ടംപോലെ ബൊഗെയിൻവില്ലാണ് കേട്ടോ. ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും, നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. അതുപോലെ തന്നെ റോഡിൻ്റെ 2 സൈഡിലായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കും. വീടുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ചിലയിടത്ത് ആർച്ച് പോലെ സെറ്റ് ചെയ്യും. ആർച്ച് പോലെ സെറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് ഒത്തിരി ഭംഗിയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ബൊഗെയിൻവില്ലയുടെ കളക്ഷൻ ഉണ്ട്, നിങ്ങളും ബൊഗെയിൻവില്ല ഇഷ്ടപ്പെടുന്നവരാണ്, നിങ്ങളുടെ പേഴ്സണൽ കളക്ഷനിലൊക്കെ ബൊഗെയിൻവില്ല ഉണ്ട്, ഇപ്പം എന്താണ് ഫ്ലവറിങ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് ഇടുക കേട്ടോ. പിന്നെ നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞതിനെ കൂടാണ്ട് വളങ്ങൾ വേറെയൊക്കെ കൊടുക്കുന്നുണ്ട്, മറ്റ് വളങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം എൻ്റെ ബൊഗെയിൻവില്ലയുടെ ഞാൻ കൊടുക്കുന്ന കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പ്ലാന്റ്സിനെ കെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതും കൂടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുന്നവർക്കൊക്കെ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയിരിക്കും. ഇപ്പോൾ എല്ലാം എനിക്കറിയണമെന്നില്ലല്ലോ, ഞാൻ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഷെയർ ചെയ്തു. അതുപോലെ ഓരോരുത്തർക്കും ഓരോരോ വിശേഷങ്ങൾ പറയാനുണ്ടാവും. നിങ്ങൾ പരീക്ഷിച്ച് ജയിച്ച ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളും കൂടെ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്കായാലും അതൊരു ഹെൽപ്ഫുള്ളാവും. നിങ്ങളുടെ അറിവുകൾ മറ്റുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെയും വീടുകളിലുള്ള ബൊഗെയിൻവില്ലയും ഇപ്രാവശ്യം ഫ്ലവറിങ് ആവണം. അതിന് നമ്മളൊരു കാരണം ആവുകയാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ അല്ലേ. നല്ല ഭംഗിയാണ്. എൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളക്ഷനാണ് ഈ ബൊഗെയിൻവില്ലയുടെ. ഞാൻ ബൊഗെയിൻവില്ലയുടെ തൈകളാക്കി എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് ചുമ്മാ കൊണ്ടുവന്ന് ഞാനും ചെടിച്ചട്ടികളൊക്കെ കുത്തി വയ്ക്കാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സിംഗിളല്ല, ഡബിൾ പെറ്റൽ വരുന്നതാണ് കേട്ടോ. ഡബിൾ പെറ്റലിൻ്റെ ഒരു പിങ്ക്, വയലറ്റുള്ള ഒരു പീച്ച് ഷെയ്ഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റ്, പിന്നെ വൈറ്റും പിങ്കും കൂടെ മിക്സ്, ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ.
ഓറഞ്ച്, ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. പിന്നെ ബൊഗെയിൻവില്ലയുടേത് ഈ ഒരു ലീഫ് കണ്ടോ, ഇത് ബൊഗെയിൻവില്ലയുടെ യാതൊരു ബന്ധവുമില്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ഒരു ബൊഗെയിൻവില്ല അതെന്തോ ലീഫൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, ബൊഗെയിൻവില്ല കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും വേരെല്ലാം ചെടിച്ചട്ടിയിൽ തിങ്ങി നിറഞ്ഞ് മുരടിക്കാനായിട്ട് തുടങ്ങും കേട്ടോ. ഒത്തിരി നാൾ നിൽക്കുമ്പോൾ അതൊന്ന് മാറ്റി വലിയ പോട്ടിലോട്ട് മാറ്റി കൊടുക്കുക. കാരണം വേര് തിങ്ങി നിന്ന് കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ ഗ്രോത്ത് കുറയും. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ചട്ടിയിലൊക്കെയാണ് വെച്ചേക്കുന്നതെങ്കിൽ വേരൊക്കെ ഡാമേജ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒത്തിരി നാളൊക്കെ ആയി ബൊഗെയിൻവില്ല ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഗ്രോത്തൊക്കെ മുരടിച്ചോ അല്ലാത്തൊരവസ്ഥയിലാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീപോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. റീപോട്ട് ചെയ്ത് കുറച്ചുകൂടെ വലിയ പോട്ടിലോട്ട് മാറ്റി കൊടുക്കുക കേട്ടോ. ചെറിയ പോട്ടിൽ തന്നെ ഒരുപാട് വർഷങ്ങളൊക്കെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ ഗ്രോത്തൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും എടുക്കുമ്പോൾ ബൊഗെയിൻവില്ലയ്ക്കൊക്കെ കുറച്ച് അത്യാവശ്യം വായ്വട്ടമുള്ള വലിയ പോട്ട്സ് കളക്ട് ചെയ്യുക. അതിനകത്തൊക്കെ നിന്ന് കഴിഞ്ഞ് നല്ലൊരു ബോൾ ഷേപ്പിലൊക്കെ വെട്ടി നിർത്തി കഴിഞ്ഞാൽ നിറഞ്ഞു പോത്ത് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ഷെയർ ചെയ്യുക. പിന്നെ മിക്സഡ് ആയിട്ട് നട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ബൊഗെയിൻവില്ല വലിയ പോട്ടിലൊക്കെ എടുത്തിട്ട് മിക്സഡ് ആയിട്ട് 2 വെറൈറ്റീസൊക്കെ ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കാണാനായിട്ട്. അത് ഒത്തിരി വലിയ ചെടിച്ചട്ടിയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ 2 പ്ലാന്റ്സും കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും അതിന് കൊടുക്കുന്ന വളമൊക്കെ ഏറ്റവും ബെറ്ററായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് വലിച്ചെടുക്കും. അതുകൊണ്ട് വലിയ പോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 പ്ലാന്റ്സൊക്കെ 2 അറ്റത്തൊക്കെ ആയിട്ട് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ബ്ലൂമിങ് ചെയ്യും, കാണാനും മനോഹരമായിരിക്കും കേട്ടോ. അപ്പോൾ ബൊഗെയിൻവില്ലയുടെ സീസൺ ഇനിയിപ്പോൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പ്രൂൺ ചെയ്ത് കൊടുക്കുക, പ്ലാന്റ് ഒന്ന് അത്യാവശ്യം പ്രൂൺ ചെയ്ത് വെട്ടി നിർത്തി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വെള്ളമൊന്നും ഒരുപാട് കൊടുക്കരുത്. നിങ്ങൾക്ക് ഫ്ലവറിങ് തരുന്നതിനനുസരിച്ചിട്ട് മാത്രം വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓവർ വാട്ടറിങ്ങും ഓവറായിട്ടുള്ള വളവും കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഗ്രോത്ത് ആവും, പക്ഷേ ഫ്ലവറിങ്ങിൻ്റെ ചാൻസ് വളരെ കുറവാണ്. വെട്ടി ഒതുക്കി നിർത്തിക്കഴിഞ്ഞാൽ നമുക്കത് പൂക്കൾ തന്ന് കണ്ണിന് ഒരു നമ്മുടെ ആ ഒരു സീസൺ ആകുമ്പോഴത്തേക്കും ഇല കാണാത്ത വിധം നല്ലപോലെ ഫ്ലവറിങ് ആയി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ബൊഗെയിൻവില്ല സീസണിൽ നമ്മുടെ ഗാർഡനിലും അടിപൊളിയായിട്ട് ബൊഗെയിൻവില്ല തലയുയർത്തി തന്നെ നിൽക്കും. ഇത്രയും നാൾ ചിലപ്പോൾ നീണ്ടും ഒക്കെ ഒരു ഇതുമില്ലാതെ നമുക്ക് വളർന്നു നിന്ന ചെടികൾ പോലും ഒത്തിരി ഭംഗിയോടെ നമ്മുടെ തലയെടുപ്പോടെ തന്നെ നമ്മുടെ ചെടികൾക്കിടയിൽ ഇനി വരുന്ന മാസങ്ങളിൽ നിൽക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, ബൊഗെയിൻവില്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, അവർക്കൊക്കെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈക്കും കമൻറ്റും ഒക്കെയാണ് ഇനിയും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതിലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.